എന്റെ പോരാട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. ഞാൻ പറഞ്ഞ കോസ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ സമൂഹം അത് ഏറ്റെടുക്കുകയും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്യണം. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഒരു രീതി ഉണ്ടായി. അപ്പൊ പിന്നീട് മനസ്സിലായി പലരും പരാതികളുമായി വരുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷേ ഈ രാഹുൽ പറയുന്നത് പരാതി നൽകാൻ വേണ്ടി വെല്ലുവിളിക്കുകയാണ്. അല്ല, ഞാനിപ്പോഴും പറയുന്നു ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്തു പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്തു പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. ആ രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്. രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് മാത്രമാണ് എന്റെ വിഷയം, വ്യക്തിപരമായിട്ടല്ല അതിന്റെ വിഷയം. സത്യം പറഞ്ഞ ഇത്തരം പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ ദുഃഖവുമുണ്ട്. പറഞ്ഞതുപോലെ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് എന്താണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് ആ പ്രസ്ഥാനമാണ്. അതിനകത്ത് എനിക്ക് വ്യക്തിപരമായ ഒരു താല്പര്യങ്ങളും ഇല്ല. ആ പ്രസ്ഥാനമാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ ധാർമ്മികത മുൻനിർത്തി അവരെന്താണോ ചെയ്തത് അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അല്ലാതെ കൂടുതൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും ഒരു സുഹൃത്ത്, നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല. ഒരു രാഷ്ട്രീയ നേതാവ് സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു വിഷയം മാത്രമാണ്. അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് എന്റെ ഒരു വിഷയമല്ല. എങ്ങനെയാണെങ്കിലും സമൂഹത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാർ നേരായ വഴിയിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ്. റിനിക്ക് ശേഷവും ചില പരാതികൾ, ചില ശബ്ദരേഖകളും ചാറ്റുകളും ഒക്കെ വരുന്നുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചാണ് ഇതെല്ലാം വരുന്നത്. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തല്ലേ അയാൾ പറയുന്നതിൽ പരാതിയില്ല, ആരോപണം മാത്രമായി നിലനിൽക്കുന്നു എന്നൊക്കെയാണ്. അല്ല, അതിനകത്ത് എന്താന്ന് വെച്ചാല് വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും അത് നിരന്തരം പല ആരോപണങ്ങൾ വരുവാണല്ലോ. അപ്പൊ അത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോ പറയുന്നു, ഇപ്പൊ ന്യൂസുകളിലൊക്കെ വന്ന് ചില ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു. അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ. ഇപ്പൊ ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അത്രയും ഗുരുതരമാണെന്ന് ഞാൻ പറയുന്നില്ല. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണല്ലോ. അപ്പൊ ഇത് ബേസിക്കലി സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന രീതിയിലാണ് കാണുന്നത്. വ്യക്തിപരമായി ഇതിലൊരു സന്തോഷവും എനിക്കില്ല എന്നുള്ളതാണ്. ഈ ഒരാളുടെ പേര് പറയാതിരിക്കുമ്പോൾ നമ്മൾ കുറെ പേരെ സംശയിക്കുകയാണ്, കുറെ പേര് സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. അതൊരു ശരിയായ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേരെ ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുവരുന്നത് ശരിയായ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും ഒരു പ്രസ്ഥാനത്തിനെയോ ഒരു വ്യക്തിനെയോ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണോ സംഭവിക്കേണ്ടത് ഞാൻ പറഞ്ഞു. കാലം തെളിയിക്കും. എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് കാലം തെളിയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അതൊക്കെ അന്വേഷിക്കണം. ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കുറിച്ചാണല്ലോ ചിത്രസഹിതം വരുന്നത്. അപ്പൊ അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അതെന്താണെന്നുള്ളത് അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. താങ്കൾ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഒരുപാട് അതിജീവിതകൾ പരാതിയുമായി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ താങ്കളുമായി ഒരുപാട് പേര് സംസാരിച്ചു. അത്തരത്തിൽ കൂടുതൽ പരാതികളൊക്കെ വരാൻ സാധ്യതയുണ്ടോ? എന്താണ് ഈ മറ്റ് അതിജീവിതകളൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായ ആളുകളൊക്കെ തന്നെ എന്താണ് പറഞ്ഞത്? അത് അവർക്ക് ഭയമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി അവരത് ടേക്കപ്പ് ചെയ്യുമോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇന്ന് ഇത്രയും ഗുരുതരമായ താങ്കളുടെ ആരോപണം വന്നു, ആ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു, ഹണി ഭാസ്കരൻ തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം നടത്തി. ഇപ്പോഴും പറയുന്നത് ഞാൻ മിസ്റ്റർ ക്ലീൻ ആണ്, നിങ്ങൾക്ക് പോലീസിൽ പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി തെളിയിക്കാം, അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. വളരെ കാഷ്വലായി എടുക്കുകയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇപ്പൊ പറയുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞു, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് നടന്നിരിക്കുന്നത്. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതെന്റെ ഒരു ദൌത്യമായിട്ട് എനിക്ക് തോന്നി. ആ ദൌത്യമായി മുന്നോട്ട് പോയി. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇനി വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയെയും എടുത്തു പറയാൻ ഞാൻ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ല. അല്ല, അത് അദ്ദേഹം അങ്ങനെ വ്യക്തമാക്കിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. ഞാനത് ഒരു രീതിയിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ.
ഈ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഈ സർക്കാരിനെതിരെ പല വിഷയങ്ങളും പല വിവാദങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ആസൂത്രിതമായി വരുന്നതാണ് എന്നതാണ്. താങ്കളാണ് സ്വാഭാവികമായി ഇപ്പോൾ പരാതി ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയാവാൻ കാരണം. അല്ല, സർക്കാരിനെതിരെ ഏത് വിഷയങ്ങളും ടേക്കപ്പ് ആവുമല്ലോ. സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളും ടേക്കപ്പ്. ഇപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ സർക്കാരിനെതിരെയുള്ള എല്ലാ വിഷയങ്ങളും ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് അതില്ല അങ്ങനെയൊക്കെ പറയുന്നതിൽ കാര്യമില്ല. ഇനിയിപ്പോ സർക്കാരിനെതിരെയുള്ള ഒരു കേസ് വന്നാൽ അത് ടേക്കപ്പ് ചെയ്യുമല്ലോ. ഈ വിഷയം പ്രതിപക്ഷ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? അത് വളരെ കോൺക്രീറ്റ് ആയി ചോദിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ നേരത്തെയോ? അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല. പല ഫോറങ്ങളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, സംസാരിച്ചിട്ടുണ്ട്, പല ഫോറങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. ഇന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാഹുൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർ അല്ലെങ്കിൽ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അനുഭവം നേരിട്ടവർ പറയുമ്പോൾ അവരുടെ ഒരു ക്രെഡിബിലിറ്റി അല്ലേ ബാധിക്കുന്നത്? അതായത് മറ്റു നേതാക്കന്മാരിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞവരെല്ലാം അവിടെ ഒന്നുമല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഒരാളെയും വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കാനോ ഒരു പാർട്ടിക്കെതിരെ പറയാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ പറയില്ല. കാരണം ഒരു പോരാട്ടമാണ്, ആ പോരാട്ടത്തിലേക്കാണ് പോകുന്നതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് പിന്നെ ആലോചിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യം, അതായത് ഇപ്പോ ഈ വാർത്താസമ്മേളനം കേട്ടിരുന്നല്ലോ രാഹുലിന്റെ, അതില് അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ പറയുന്നത് രാജിവെക്കാനുള്ള കാരണം അത് തന്നെ ന്യായീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സമയം കളയരുത് എന്നതുകൊണ്ട് മാത്രമാണ് എന്ന തരത്തിൽ ആണ് പറയുന്നത്. അതിനെ എങ്ങനെയാണ്? അപ്പോഴൊരു വീഴ്ച രാഹുലിന് സംഭവിച്ചിട്ടുണ്ടെന്ന് രാഹുൽ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ മിസ്റ്റർ ക്ലീൻ എന്ന ഇമേജ് ഇപ്പോഴും പിടിച്ചു വെക്കാം. അതങ്ങനെ പറയാനല്ലേ സാധിക്കുള്ളൂ. വ്യക്തമായിട്ട് അറിയാലോ എന്ത് ആറ്റിറ്റ്യൂഡാണെന്നുള്ളത്, ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാലോ. ഈ രാജിയിലും ഈ ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡാണോ? അതേക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനിപ്പോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പേരെടുത്ത് പറഞ്ഞ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം, താങ്കൾ നേരത്തെ പറഞ്ഞത് പോയി പരാതി കൊടുക്കുക എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതോടൊപ്പം ഹൂ കെയേഴ്സ് എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന് കുറെയെങ്കിലും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ നല്ലത്. വാർത്താസമ്മേളനം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? അതേക്കുറിച്ച് അല്ല, ഒരു അത്ര സില്ലിയല്ല മനസ്സിലാവുന്നുണ്ടോ അദ്ദേഹത്തിന്? എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന വ്യക്തി എന്നുള്ള രീതിയിലേക്ക് ഞാൻ അത് ടേക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും രാഷ്ട്രീയമായ സംരക്ഷണം ഈ പറയുന്ന ആരോപണ വിധേയർക്ക് ലഭിക്കും എന്ന് ആശങ്കപ്പെടുന്നുണ്ടോ? എനിക്കങ്ങനെ ആശങ്കകളില്ല, ഒരു വിധത്തിലുള്ള ആശങ്കകളും ഇല്ല. എന്റെ ഭാഗം ശരിയാണെങ്കിൽ ആ ശരിയിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ ആരോപണ വിധേയൻ പറയുന്നത് ഈ യുവനടിയുമായി ഇപ്പോഴും ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്, രണ്ടുപേരും സംസാരിക്കുന്നത് അത്ര വലിയ തെറ്റായിട്ടൊന്നും എടുക്കേണ്ട കാര്യം. വളരെ റീസെന്റ് വരെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ താങ്കൾ പറഞ്ഞത് ബ്ലോക്ക് ചെയ്തിരുന്നു എന്നൊക്കെയാണ്. അല്ല, സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ വന്നപ്പോഴാണ് ഞാൻ കുറച്ച് വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പാർട്ടി സ്ഥാനമാണ് ഇപ്പൊ രാജിവെച്ചിരിക്കുന്നത്, ജനപ്രതിനിധി സ്ഥാനവും രാജിവെക്കണം എന്നുള്ള അഭിപ്രായമുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ, കാരണം ഞാൻ പറഞ്ഞ അത് ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനമാണ്. ഇനി അവര് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ട ആ പ്രസ്ഥാനമാണ്. ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് ഇന്നത് വേണം ഇന്നത് അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ ഒരു ഇന്റൻഷൻ എനിക്കില്ല. താങ്കൾ നേരത്തെ പറഞ്ഞത് ഓരോരുത്തർക്കും സെക്കൻഡ് ലൈഫ് ഉണ്ട് എന്നത് സംബന്ധിച്ച്, അപ്പോൾ ഇതൊരു നവീകരണത്തിന്റെ ഒരു അവസരമായിട്ടാണ് താങ്കൾ കാണുന്നത്? അല്ല, സെക്കൻഡ് ലൈഫ് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും സെക്കൻഡ് ലൈഫ് എന്നുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാകും എന്നുള്ളത്. അതെന്റെ ഒരു എന്താ പറയാ, ഒരു വിശ്വാസമായിരിക്കും. താങ്കൾ ആദ്യം ഈ ആരോപണം ഉന്നയിച്ചു, അന്നത് ടേക്കപ്പ് ചെയ്യപ്പെട്ടില്ല, പാർട്ടി പുറങ്ങളിൽ പറഞ്ഞു. പക്ഷെ ഇന്നലെ ഈ ആരോപണം പുറത്തു വന്ന ശേഷം പാർട്ടി അല്ലെങ്കിൽ പ്രസ്ഥാനം ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിലയിരുത്തലുണ്ടോ? എന്റെ ജെനുവിനിറ്റി വിശ്വസിക്കുന്ന എല്ലാവരും, ഞാൻ ജെനുവിൻ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞുപോയി ഇതുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ ഇപ്പോഴെങ്ങനെയാണ് ഈ ഇന്നലത്തെ പ്രതികരണത്തിന് ശേഷമുള്ള കാര്യമാണ്? ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും, നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അവരാരെങ്കിലും കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഇല്ല, അങ്ങനെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.